കൊച്ചേഷൻ ചേട്ടാ, കൊച്ചേഷൻ ചേട്ടാ, ഞാൻ റെഡി. എന്തിന്? അമ്മ പറഞ്ഞു കൊച്ചേഷൻ ചേട്ടാ ഷോപ്പിങ്ങിന് പോകുന്നു, എന്നെ കൂടെ ചെല്ലാൻ. അമ്മ പറഞ്ഞോ? സത്യമായിട്ടും പറഞ്ഞു. കൊച്ചേഷൻ ചേട്ടാ, ഞാൻ റെഡി. രാധികയോടും അമ്മ പറഞ്ഞോ? ഒരാളുടെ കുറവുണ്ടല്ലോ, എന്തു പറ്റി? ഏതായാലും ഷോപ്പിങ്ങിന് പോവാം. വേണുക്കുട്ടാ, എന്തോ രണ്ടുപേരെയും ഷോപ്പിങ്ങിന് കൊണ്ടു. ഇനിയിപ്പോ ഷോപ്പിങ്ങിന് പോയി ഷോപ്പിൽ കേറി തുണി കിണിയെല്ലാം വാങ്ങി പോവാം. കേട്ടോമ്മേ, കാർത്തികയ്ക്ക് ഇപ്പൊ 19 തികയാ. 6 മാസം കൂടെ കഴിഞ്ഞാ പിന്നെ കേതുവിന്റെ അവകാരം തുടങ്ങും. അതിനു മുമ്പ് കല്യാണം നടക്കണം. കൊച്ചുമക്കള് 3 പേരും കല്യാണം കഴിച്ചു കാണാൻ എനിക്കും ആഗ്രഹം ഇല്ലാതില്ല. രാധയ്ക്കും ഹേമയ്ക്കും ഇപ്പൊ ജാതകവശാ കുഴപ്പമൊന്നുമില്ലല്ലോ. കാർത്തിയുടെ കാര്യം അങ്ങനെയാണോ അമ്മേ? എന്റെയും കുറുപ്പേട്ടന്റെ മനസ്സിൽ പണ്ടേ ഒരാഗ്രഹം. എന്തേ? കൊച്ചുകൃഷ്ണന്റെ കാര്യം. കാർത്തികയ്ക്കും അതാ ഇഷ്ടം. എനിക്ക് 3 പെമ്പിള്ളേരല്ലേ അമ്മേ. ഒന്നിന്റെ എങ്കിലും കാര്യം കഴിഞ്ഞു കിട്ടിയാ അത്രയും സമാധാനായി. ലക്ഷ്മിക്കുട്ടിയും സുമതിക്കുട്ടിയും ഇതേ ആഗ്രഹം എന്നോട് പറഞ്ഞു. ഓരോരുത്തർക്ക് അവരവരുടെ മക്കളുടെ കാര്യം. ഇപ്പൊ നിന്റെ മനസ്സിലും ഇങ്ങനെയൊന്നുള്ള സ്ഥിതിക്ക് ഞാൻ എങ്ങനെ ഒരു തീരുമാനം എടുക്കുക? എടി ഭയങ്കരികളെ, നീയൊക്കെ എനിക്ക് മുമ്പേ കയറി കൊത്തിയില്ലേ? അമ്മ പാല് കുടിക്ക്. എന്റെ ദൈവമേ, വിശന്നിട്ട് ഉറക്കം വരും. ഇനി രക്ഷപ്പെടാൻ നോക്കണ്ട, കുരുക്ക് വീണ് കഴിഞ്ഞു. കുരുക്കോ? കൊച്ചു കള്ള ഒന്നും അറിഞ്ഞില്ലല്ലേ? ചേട്ടൻ എന്തുവായി പറയുന്നത്? അമ്മായിമാര് തമ്മിൽ കോൾഡ് സമരം. എല്ലാവർക്കും മകളുടെ ഭർത്താവായി കൊച്ചുകൃഷ്ണ കിട്ടണമെന്ന് ഒരു മുത്തശ്ശിയുടെ ഓർഡർ. 3 പേരെയും 3 പേരെ? 3 പേരല്ല, 3 പേരിൽ ആരുടെ ജാതകം ചേരുന്നുവോ അതങ്ങ് ഉറപ്പിക്കാം. തറവാട്ടിൽ ഏതെങ്കിലും ഒന്നിനെ കൊച്ചുകൃഷ്ണൻ കിട്ടണം, അത്രേ മുത്തശ്ശിക്കുള്ളൂ. ഇതിൽ ആർക്കാ യോഗം ഉണ്ടാവുന്നെന്ന് ഇന്നറിയാം. ഞാൻ ജോത്സ്യം വിളിക്കാൻ പോവാ. ഇതിപ്പോ ജോത്സ്യം വിളിക്കാൻ ഓട്ടോറിക്ഷ വിളിച്ച് അവനുമായിട്ട് ഇടിയിട്ട് യുദ്ധകാലാടിസ്ഥാനത്തിലാണല്ലോ മുത്തശ്ശി കാര്യങ്ങൾ നിൽക്കുന്നത്. ജാതകം ചേർന്നാൽ മുഹൂർത്തം കുറിക്കും, ഉറപ്പാ. മുത്തശ്ശി വിളിക്കുന്നു എന്ന് പറഞ്ഞാൽ കൂടും കുടുക്ക എടുത്ത് ജോലിസിനിങ് എത്തും. അതിനു മുമ്പ് നമ്മൾ അങ്ങെത്തണം. കണ്ണേറ്റും കരയിൽ ആകെ പ്രശ്നം. 3 അമ്മായിമാരും തമ്മിൽ കൂട്ടത്തല്ല്. എല്ലാവർക്കും കൊച്ചുകൃഷ്ണൻ തന്നെ മരുമാനായിട്ട് കിട്ടണം. അതായത് ഇവനെ. ഏതെങ്കിലും ഒരു ജാതകം ചേർന്നാൽ മറ്റേ അമ്മായി തൂങ്ങിച്ചാവും. അടുത്ത അമ്മായി വിഷം കഴിച്ചു മരിക്കും. അതെ, അതാ ഇപ്പോഴത്തെ സ്ഥിതി. അതുകൊണ്ട് ജോത്സ്യൻ അവിടെ വന്ന് ജാതകം നോക്കുമ്പോ 3 ചേരില്ല എന്ന് പറയണം. കള്ളം പറയാനോ? അയ്യോ, കള്ളം പറയണ്ട, സത്യം പറയാതിരുന്നാ മതി. ജോത്സ്യന് ഞങ്ങളെ രക്ഷിക്കണം. അതിനെന്താന്ന് വെച്ചാ ഞങ്ങള് അങ്ങോട്ട് കൊടുക്ക്. പരസ്യമായിട്ട് കൊടുത്താ വാങ്ങുമോ? ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കാം. വാങ്ങും. വിവാഹം നടക്കരുത്, അത്രയല്ലേ ഉള്ളൂ. ഇലയ്ക്കും മുള്ളിനും കേടില്ലാതെ ഞാൻ ഈ കാര്യം കൈകാര്യം ചെയ്തോളാം. അത് മതി, അത് മതി. ശരി, പോട്ടെ. ജോത്സ്യൻ ചതിക്കൂ? ജോത്സ്യരും ചതിക്കില്ലെന്നാണ്. ഇലയ്ക്കും കേടില്ല, ഉള്ളിനും കേടില്ല. ഇക്കണക്കിന് പോയാൽ നമ്മുടെ എല്ലിന് കേട് വരും. നീ പെട്ടെന്ന് തറവാട്ടിലേക്ക് പോകാൻ തയ്യാറ്? അങ്ങനെ കാശും വാങ്ങിട്ട് കള്ളം പറയാൻ പോവാണെന്ന് അവരെങ്ങാനും പറഞ്ഞാലോ? ഒരു വഴിക്ക് ഇറങ്ങുമ്പോ കരിനാക്കെടുത്തൊന്നും പറയാതാ. ജോത്സ്യരെ, എത്ര നാളായി കണ്ടിട്ടായി. ആളങ്ങ് ഉടഞ്ഞു പോയല്ലോ. അയ്യോ, 2 പേരും അങ്ങ് ഉടഞ്ഞു പോയല്ലോ. എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ പോരായിരുന്നു. ഞാനൊരു രക്ഷ എഴുതി തന്നേനെ. അതിന് എനിക്കൊരു അസുഖമല്ല കുറിപ്പ് സാറേ. എന്നാ എനിക്കൊരു അസുഖമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇവിടെ ജോത്സ്യരെ ആദ്യമായി ആ തറവാട്ടി കൊണ്ടുവന്ന് കയറ്റിയത് ഈ കുറിപ്പാണ്. അത് ഞാൻ മറക്കു കുറിപ്പ് സാറേ. ആ നന്ദി എന്നോട് ഒന്ന് അറിയാവുന്നതുകൊണ്ടാണ് ഓടിപ്പടിച്ചിങ്ങോട്ട് വന്നത്. എന്നെ ഒന്ന് സഹായിക്കണം. മാറണം. എന്റെ മകളുടെ ജാതകം ജോത്സ്യരല്ലേ എഴുതിയത്. ആ ജാതകം കൊച്ചുകൃഷ്ണന് നന്നായി ചേരുമെന്ന് പറയണം. ജ്യോതിഷത്തിലും മാന്ത്രികത്തിലും ഇത്രയും വിശ്വാസമുള്ള സാറ് തന്നെ ഇങ്ങനെ പറഞ്ഞാലോ? ദോഷമില്ലാത്ത ചില കള്ളങ്ങളൊക്കെ പറയാമെന്ന് ആദിഗുരു പറഞ്ഞിട്ടില്ലേ ജോത്സ്യരെ? ഇതങ്ങോട്ട് പിടിക്കും. ഈ വിവാഹം നടന്നില്ലെങ്കിൽ പാറുകുട്ടി വല്ല അഭിയോഗം കാണിക്കും ജോത്സ്യരെ. ഈ വിവാഹം നടക്കണം, അത്രല്ലേ വേണ്ടു. ഇലയ്ക്കും മുള്ളിനും കേടില്ലാത്ത വിധം ഞാനിത് കൈകാര്യം ചെയ്തോളാം. അത് മതി, അത് മതി. രാധികാറാണി, അത്തം നക്ഷത്രം, സ്ത്രീ ജനനം, ഊരുരുട്ടാതി പുരുഷൻ. ചേർക്കാമല്ലോ.
കാർത്തികാദേവി തിരുവാതിര, പൂരുരുട്ടാതി പുരുഷൻ, പൊരുത്തങ്ങൾ സമാസമം, നിശ്ചയമായും ചേർക്കാം. എന്ത് പറയുന്നു? ഹേമകുമാരി അശ്വതി, സ്ത്രീജനനം, പുരുഷൻ പൂരുരുട്ടാതി. ഉത്തമമാണല്ലോ, ചേർക്കാം. പൊരുത്തം സമാസമം. എന്തീ പറഞ്ഞു? 3 ജാതകവും ചേരുന്ന സ്ഥിതിക്ക് ഏറ്റവും ഉത്തമം ഏതാണെന്ന് പറയൂ ജോസ്യരെ. ഏതാ ഏറ്റവും ഉത്തമെന്ന് പറയാനാവില്ല. എന്നാലും ഏതെങ്കിലും ഒരു ചെറിയ വ്യത്യാസം കാണൂലേ? കാണുന്നില്ല. തറവാടിന്റെ പുണ്യം കൊണ്ടാവും 3 ഒരുപോലെ ചേരുന്നു. കുടുംബത്തിന്റെ ഐക്യം അത് സൂചിപ്പിക്കുന്നത്. ആ കേട്ടോളൂ, 3 ജാതകവും ഇങ്ങനെയുള്ള സ്ഥിതിക്ക് എന്താ വേണ്ടതെന്ന് നിങ്ങൾ 3 കൂട്ടരും കൂടെ ഒരു തീരുമാനത്തിലെത്തുക. ശ്രീകൃഷ്ണന് 16,008 കൊച്ചുകൃഷ്ണന് 3 ആവാം. അമ്പോറ്റി അല്ല, പറഞ്ഞേ ഉള്ളൂ. ഇതാണോ തന്റെ എലിയമുള്ള ഇവിടെ വാടാ ജോലിസ് വാങ്ങി താളെ പറ്റുന്നത്? തന്റെ കബഡികൾ ഇന്ന് ഞാൻ അവസാനിപ്പിക്കും. കല്യാണം നടക്കരുതെന്നല്ലേ നിങ്ങൾക്കുള്ളൂ. ഒരു ജാതകവും ചേരില്ല എന്ന് പറഞ്ഞാൽ ഇതിലെന്തോ കള്ളക്കളി ഉണ്ടെന്ന് വിചാരിക്കും. ഏതെങ്കിലും ഒരെണ്ണം ചേരുമെന്ന് പറഞ്ഞാൽ അപ്പ മുഹൂർത്തം കുറിക്കാൻ പറയും. ഇപ്പൊ സംഗതി കുഴഞ്ഞില്ലേ? അമ്മായി വരെ തമ്മിൽ ഒത്തുതീർപ്പ് എത്താൻ സമയം കുറെ പിടിക്കും. ചിലപ്പോ അടി വെച്ച് പിരിഞ്ഞതും വരും. ഇപ്പൊ മനസ്സിലായോ? ഇലക്കും കേടില്ല, മുള്ളിനും കേടില്ല. അയ്യോ കുറുപ്പമാൻ, ശരി, വളരെ സന്തോഷം. അവന്റെ ഈ ഏലത്തൊന്ന് ശരിയായി കൊടുക്കണം. ഏലസോ? രാത്രി കിടക്കുമ്പോൾ ദുശ്ചിന്തകൾ ഇവനെ. ശരി, എന്നാ ശരി, വരട്ടെ. ഇങ്ങനെ പോലെ ബാക്കി കാശിന്റെ ബാക്കി കാര്യം ഉണ്ടായിരുന്നു. മറന്നോ നിങ്ങൾ? നല്ല ആള് ആണ്. ഞാൻ അന്ന് തരാൻ ഉദ്ദേശിച്ച പൈസ ഇതിലും കൂടുതൽ എന്റെ പൈസ വാങ്ങി നീ ഞാനത് നിങ്ങക്ക് തന്നില്ലെങ്കിലേ പാറു ഇത് എനിക്കിട്ട് തരും. നിങ്ങളിവിടെ അയ്യോ എന്തെടുക്കാ? പാറു, ഒന്നിങ്ങി വന്നേ. തീരുമാനം 3 അമ്മായിമാർക്കും വിട്ട സ്ഥിതിക്ക് ഇനിയിപ്പോ അവര് തമ്മിലാവും മഴക്കും ബഹളവും. ഏതായാലും നമ്മൾ മനസ്സിൽ കണ്ടപ്പോ ആ ജോലിശ്ശേരി മാനത്ത് കണ്ടു. ഞാൻ കാരണം തറവാടിന്റെ ഐക്യവും സമാധാനവും തകരുമെന്ന എന്റെ പേടി. ഇനിയിപ്പോ മുത്തശ്ശി ഞങ്ങൾ ഒരു തീരുമാനം എടുത്താലോ? അറ്റ കൈക്ക് പറ്റില്ല എന്ന് പറയണം. ഫസ്റ്റ് ബുദ്ധി. മുത്തശ്ശി എതിർത്തൊരു വിവാഹം കഴിച്ചതിനാ ശങ്കരൻകുട്ടി ചിറ്റപ്പനെ തറവാട്ടി കയറ്റാത്തത്. എന്നിട്ട് എന്താ അങ്ങേര് ജീവിക്കുന്നില്ലേ? അങ്ങേരുടെ ചങ്കൂറ്റം പോലും നിനക്കില്ലാതെ പോയല്ലോടാ. ഇല്ലാഞ്ഞിട്ടല്ല, കുഞ്ഞിലെ അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട എന്നെ വളർത്തി ഈ നിലയിലാക്കിയത് മുത്തശ്ശിയാണ്. അവരെ വേദനിപ്പിക്കണ്ടെന്ന് കരുതിയിട്ട്. ആ, ഇതൊക്കെ നേരത്തെ ആലോചിക്കണമായിരുന്നു. നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ആയിരുന്നെങ്കിൽ ഞാൻ ഈ 3 അമ്മായിമാരെ മറിച്ച് പറഞ്ഞിട്ട് ഞാൻ തിരിച്ചിങ്ങനെ പറഞ്ഞ് എന്നിട്ട്? വളച്ച് പറ. തിരിച്ചിട്ട് ഇങ്ങനെയൊക്കെ തന്നെ പറ്റുള്ളൂ അല്ലേ? എടാ, പുറത്തു നിന്ന് നോക്കുമ്പോ എളുപ്പമാ, അകത്ത് വന്ന് കളിക്കുമ്പോഴേ എന്റെ പ്രയാസം മനസ്സിലാവും. നമ്മൾ ഏതായാലും കളിച്ചില്ലേ, ഇനി ജയിച്ചേ പറ്റൂ. എന്റെ മനസ്സിൽ ചില പ്ലാനൊക്കെ ഉണ്ട്. ഈ തറവാട്ടിലെ മൂത്ത മോള് ഞാനാ. ചെറുമക്കളിൽ മൂത്തവളെ രാധികയും. ആ ചിന്തയെങ്കിലും സുമതിക്കുട്ടിക്കും പാറുക്കുട്ടിക്കും വേണ്ടേ? അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അമ്മായി. 3ാം തലമുറയിലെ ഒരേ ഒരു ആൺതരി. അവന്റെ പൊസിഷൻ, ശമ്പളം, ആരെ ഇങ്ങനെ ഒരു ചെറുക്കനെ വേണ്ടാന്ന് വെക്കുക. പിന്നെ മുത്തശ്ശിയുടെ കാലശേഷം ഈ തറവാടും അവനാ. ഓ, ഞാൻ അതൊന്നും ഓർത്തിട്ടല്ല. രാധികയ്ക്ക് പണ്ടേ മനസ്സിൽ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിപ്പോയി. അതുകൊണ്ടാ. ആ, അങ്ങനെ വരട്ടെ. ഇതിനാണ് മനപ്പൊരുത്തം എന്ന് പറയുന്നത്. കൊച്ചുകൃഷ്ണന്റെ മനസ്സിൽ പിന്നെ എന്തുവാന്ന വിചാരം? ഹൃദയം ഇടിക്കുന്നത് പോലും രാധിക രാധിക എന്നല്ലേ? അവൻ എന്തെങ്കിലും പറഞ്ഞോ? എന്തിനാ പറയുന്നത്? അവൻ താമസിക്കുന്ന മുറിയിലോട്ട് കയറി ചെന്നാ കാണാം. ദേ, ഈ വലിപ്പത്തിൽ ഒരു ഫോട്ടോ. ആരുടെ? രാധികയുടെ. കാലത്ത് എഴുന്നേക്കുമ്പോ കണി കാണാനാണത്രേ. ചെറുപ്പം മുതലേ അവന്റെ മനസ്സിൽ രാധികയുടെ രൂപം, ഈ രൂപത്തൊട്ടിൽ അശോകചക്രം പതിക്കൂലേ, അതുപോലെ അങ്ങ് പതിഞ്ഞു പോയിന്ന്. നേരോ? ആ, എടാ കള്ള, എന്നാൽ അവനത് പറയാൻ മേലേ? അവന് നേരിട്ട് പറയാനുള്ള മടി കൊണ്ടല്ലേ എന്നെ അയച്ചത്. ദേ, ഇത് കേട്ടില്ലേ? രണ്ടുപേരും പറയുന്നത് ഞാൻ കേൾക്കുന്നുണ്ട് ലക്ഷ്മി. അല്ല, അവർക്ക് അങ്ങനെ ഒരു ആഗ്രഹമുള്ള സ്ഥിതിക്ക് നമ്മൾ വേണോ അത് നടത്തി കൊടുക്കാൻ. ആ, ഓ എന്ന് പറഞ്ഞാ പോരാ, അമ്മാവനും അമ്മായും കൂടെ വേണം അതിന് മുൻകൈ എടുക്കാൻ. മുൻകൈ എടുക്കണം എന്ന് പറഞ്ഞാൽ ഞാനിത് ഉറപ്പ് എടുക്കാനാ. നിങ്ങളൊന്നും മിണ്ടാതിരിക്കൂ. ഈ കാര്യത്തിൽ എനിക്കൊരല്പം നിർബന്ധബുദ്ധി ഉണ്ടെന്ന് തന്നെ കൂട്ടിക്കൊള്ളൂ. ദാ, ഈ വീറും വാശി മനസ്സിലുണ്ടെങ്കിൽ പിന്നെ പ്രശ്നമേ ഇല്ല. കൊച്ചുകൃഷ്ണനും കാർത്തികയും തമ്മിലുള്ള വിവാഹമേ നടക്കൂ. അവന്റെ മനസ്സിലിരിപ്പ് അതാ. എപ്പോഴും കാർത്തിക കാർത്തിക എന്നൊരു വിചാരമേ അവനുള്ളൂ. എന്താ കാര്യം? എന്താ കാര്യം?
അവളല്ലേ ഈ കൂട്ടത്തിൽ സുന്ദരി. നിങ്ങൾ ഇത് കേൾക്കുന്നില്ലേ? എന്തുമാത്രം മഞ്ഞപ്പൊടിയും പയറുപൊടിയും പിന്നെന്താ ഒരു സാധനം പയറാൻ ലൗലി. ആ അതും കൂടെ അരച്ച് കുഴച്ച് തേച്ചിട്ടാ ഈ പരുവ് എത്തിച്ചെന്നറിയോ? അല്ലെങ്കിലും അവൾ എന്നെ പോലെയാ. അതിപ്പോ പ്രത്യേകം പറയണോ? ഇതുപോലെ ഉരുട്ടി കുഴച്ച് വെച്ചിരിക്കല്ലേ. സൗന്ദര്യം വർണ്ണിച്ചേക്കാനുള്ള സമയമില്ല. കണ്ടോ കണ്ടോ, ഇങ്ങനെ എപ്പോഴും ഇങ്ങനെയാ. എന്നെ പറ്റി ആരെങ്കിലും നല്ല കാര്യം പറഞ്ഞ ഇങ്ങനെ ഇഷ്ടപ്പെടുകയില്ല. അല്ലെങ്കിൽ എന്നെ ഇനിയിപ്പൊ അതും പറഞ്ഞു വഴക്ക് വേണ്ട. ഈ കല്യാണം കുറുപ്പമാവന്റെ ഒരു പ്രസ്റ്റീജ് പ്രശ്നമാ, അതിന്റെ ടെൻഷനാ. അങ്ങനെ പറഞ്ഞു കൊടുക്ക്. എന്തു വന്നാലും മേനോനും കൈമളും കൊച്ചുകൃഷ്ണനെ കണ്ടോണ്ട് വെള്ളം അനത്തണ്ട. മുത്തശ്ശിയുടെ സ്വത്ത് മുഴുവൻ അവനുള്ളതാ. അതെന്റെ മോളെ അനുഭവിക്കും. അനുഭവിക്കും എന്ന് പറഞ്ഞതുകൊണ്ടായില്ല. കൊച്ചുകൃഷ്ണനെ മരുമകനായി കിട്ടിയാലേ അത് നടക്കും. അതിനൊരു യോഗം വേണ്ടേ? ആ യോഗമായിട്ടല്ലേ ഞാൻ വന്നിരിക്കുന്നത്. കുട്ടിക്കാലം മുതലേ അവൻ ഹേമയെ മനസ്സുകൊണ്ട് ഭാര്യയാക്കി കഴിഞ്ഞു. ആ സ്ഥിതിക്ക് നിങ്ങൾ പിടിച്ച പിടിയിൽ നിൽക്കണം, അത്ര തന്നെ. ആകെപ്പാടെ ഒരു കൊച്ചുകൃഷ്ണൻ വെട്ടിമുറിച്ചെടുക്കാൻ പറ്റുമോ? ഒന്നുമില്ലെങ്കിലും നീ ഇളയതല്ലേ, നമുക്കങ്ങ് ഒഴിഞ്ഞു മാറാം. അയ്യ, ഒഴിഞ്ഞു മാറാനോ? ഈ മനുഷ്യൻ കാരണം ഒന്നും നടക്കാത്തത്. അവരൊഴിഞ്ഞു മാറട്ടെ. ഈ കാര്യത്തിൽ ഞാൻ ഒരു വിട്ടുവീഴ്ചയും ചെയ്യില്ല. അമ്മയുടെയും ചേച്ചിമാരുടെയും വാക്ക് കേട്ട് അന്നൊരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായതുകൊണ്ടാണ് എനിക്ക് ഗതി വന്നത്. സുമതിക്കുട്ടി, നീ എന്താ പറഞ്ഞു വരുന്നെന്ന് എനിക്ക് മനസ്സിലായി. എന്താ ഞാൻ പറഞ്ഞത് കാര്യമല്ലേ? പറയും, എപ്പോഴും പറയും. ഞങ്ങൾ തമ്മിൽ 24 വയസ്സിന്റെ വ്യത്യാസമാ. ആഹാ, പക്ഷെ ഇപ്പോഴും രണ്ടുപേരും തമ്മിൽ എന്തൊരു ചേർച്ചയാ. ഇവളിത് കണ്ണി കണ്ടോരോടൊക്കെ പറഞ്ഞ് എനിക്ക് എണീറ്റ് നിൽക്കാൻ പറ്റാത്ത അവസ്ഥയായി. സത്യമല്ലേ പറഞ്ഞത്? എല്ലാരും കൂടെ ചേർന്ന് എന്നെ ചതിച്ചതാ. ആരാടി ചതിച്ചത്? ചൊവ്വാദോഷമുള്ള ജാതകം കൊണ്ട് നിന്റെ അമ്മ നാട് നീളെ നടന്നല്ലേ. ഇപ്പൊ നമ്മൾ മോളുടെ കല്യാണക്കാരും അല്ലേ ചർച്ച ചെയ്യുന്നത്, അമ്മയുടെ അല്ലല്ലോ. വയസ്സിന്റെ കാര്യം പറഞ്ഞ് തർക്കിക്കാൻ. ആദ്യം തന്നെ നിങ്ങൾ ഒരു തീരുമാനത്തിലെത്തും. മോളുടെ കല്യാണം നടത്തണോ അതോ നിങ്ങൾ തമ്മിൽ ഡൈവോഴ്സ് ചെയ്യണോന്ന്. രണ്ടായാലും എന്റെ സഹായം ഉണ്ടാവും. എന്ത് പ്രശ്നം ഉണ്ടായാലും ശരി, ആരൊക്കെ പിണങ്ങിയാലും ശരി, കൊച്ചുകൃഷ്ണ ഹേമയുടെ കഴുത്തിലെ താലി കെട്ടു. ആഹാ, ഈ വീറും വാശിയും അവസാനം വരെ ഉണ്ടായാൽ നമ്മൾ രക്ഷപ്പെട്ടു. ഈ കിളവൻ എങ്ങനെയെങ്കിലും ഒന്ന് പറഞ്ഞു ഒതുക്ക്. ആലോചിക്കാനുള്ള ഒരു പാട്. കൊച്ചുകൃഷ്ണേട്ടനെ ഞാൻ തന്നെ കെട്ടണമെന്ന് വലിയ നിർബന്ധാണല്ലേ? അല്ല, നിർബന്ധമൊന്നുമില്ല. കൊച്ചുകൃഷ്ണ, ഒന്ന് എന്റെ തലയിലായടാ. അയ്യോ എന്താ കാണിക്കുന്നത്? ഞാൻ എക്സർസൈസ് ചെയ്യുമല്ലോ. അതൊന്നും വേണ്ട. ഇത് വീണ് കാലോ കൈ ഒടിഞ്ഞ കാർത്തികത ഒന്ന് കണ്ടിരുന്നെങ്കിൽ എന്തായിരുന്നു സ്ഥിതി? കാർത്തികയ്ക്ക് വേണ്ടിയാണ് ഞാൻ ഇത് എടുക്കുന്നത്. പിന്നെ കാർത്തികക്ക് വേണ്ടി ഇതൊക്കെ എന്താ എടുത്ത് നോക്കുന്നത്? അതാണ് അതിന്റെ കുട്ടൻസ്. അമ്മാവൻ അറിഞ്ഞൂടാ, എന്റെ ആരോഗ്യത്തിന്റെ രഹസ്യം ഇതല്ലേ. രാവിലെയും വൈകുന്നേരവും ഇത് മുടങ്ങാതെ ചെയ്താൽ ഈ സൗന്ദര്യം ഇല്ലാത്തവർക്കും സൗന്ദര്യം ഉണ്ടാവും. അപ്പൊ സൗന്ദര്യം ഉണ്ടാക്കാനുള്ള മരുന്ന് ഇതാണല്ലേ? നീ നോക്കിക്കോ, എന്റെ മോളുടെ സൗന്ദര്യം ഞാൻ ഇങ്ങനെ കേടഞ്ഞെടുക്കും. ഏമയും രാധയും ഇത് കണ്ട് അങ്ങോട്ട് അസൂയപ്പെടട്ടെ. ഇങ്ങനെയാണ് സൗന്ദര്യം ഉണ്ടാക്കുന്നുള്ള രഹസ്യം. എന്റെ പൊന്നു മോൾ ആരോടും പറഞ്ഞേക്കല്ലേ. നിങ്ങൾ ഇത്രയൊക്കെ അറിഞ്ഞു വെച്ചിട്ടും എന്നോടൊരു വാക്ക് ഇതുവരെ പറഞ്ഞില്ലല്ലോ. ഇനി ഇക്കാര്യം നിന്നോട് പറയാത്ത കുഴപ്പമുള്ളൂ. നിനക്കും കൂടെ ഓ ഇത്രേ ഉള്ള വല്ല മരുന്നല്ലോ വെച്ചാ മതി. ആഹാ വാ. ഇങ്ങനെ സൗന്ദര്യം ഉണ്ടാക്കി വരുമ്പോ എന്താ മോളെ ഇത്? വഴി കാലൊന്ന് തട്ടി. സൂക്ഷിക്കണ്ടേ? വല്ലതും പറ്റിയോ? ഓ സാരമില്ലമ്മേ. എങ്ങോട്ടിറങ്ങിയാലും വേദനയും മാനഹാനിയും എനിക്കാണല്ലോ. പണ്ടേ അതാണല്ലോ എന്റെ തലവിധി. എന്താ ഇപ്പൊ അങ്ങനെ തോന്നാൻ? ഇതുവരെയായിട്ടും രാധികയുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാത്തത് എന്താ? 3 ജാതകം ഒരുപോലെ ചേരുന്ന സ്ഥിതിക്ക് ഞാൻ എന്ത് തീരുമാനം എടുക്കാനാ? നിങ്ങൾ തമ്മിൽ ഒരു ധാരണയിൽ എത്താൻ പറഞ്ഞില്ലേ? അങ്ങനെ ഒരു ധാരണയുടെ ആവശ്യമുണ്ടോ? അമ്മയുടെ മൂത്ത മോള് ഞാനല്ലേ. രാധികയല്ലേ അമ്മ ആദ്യം കയ്യിലെടുത്ത് പേര് വിളിച്ചത്. അന്ന് അവള് കൊച്ചുകൃഷ്ണന്റെ പെണ്ണാണെന്ന് അമ്മ പറഞ്ഞത് ഓർമ്മയില്ലേ? ഓ അത് മറന്നു. അല്ലെങ്കിലും എനിക്കറിയാം, പണ്ട് മുതലേ ഞാൻ ഈ വീട്ടിലൊരു അധികപ്പറ്റ.
എന്റെ ഭർത്താവാണെങ്കിൽ ഇതിനൊന്നിനും ഇടപെടില്ല. അതാ ഞാനിങ്ങനെ ഒറ്റപ്പെടുന്നത്. കൊച്ചുകൃഷ്ണനെ കിട്ടിയില്ലെങ്കിൽ എന്റെ കുട്ടി വല്ല അവിവേകം കാണിക്കുമെന്നാ പേടി. നീ ഇങ്ങനെ പറഞ്ഞോണ്ടായില്ല. കെട്ടണ കൊച്ചുകൃഷ്ണനാ. അവന് ഒരു ആരും ഇഷ്ടമെന്ന് പറയട്ടെ. അത് ഞാൻ നടത്താം. അത് മതി. അങ്ങനെയാണെങ്കിൽ അവൻ രാധികയുടെ പേരെ പറയൂ. അവന്റെ മനസ്സെനിക്ക് നന്നായിട്ട് അറിയാം. ഇക്കണക്കിന് നല്ലത് കൊച്ചുകൃഷ്ണൻ 3 പേരെയും കല്യാണം കഴിക്കുന്നതാ. അമ്പൂറ്റി വല്ലതും പറഞ്ഞോ? ഇല്ലേ, നാമം ജപിച്ചതാണേ.